നമസ്കാരം. പരിവാർ എന്ന് പറയുന്ന സിനിമ, പേര് പരിവാർ എന്ന് പറയുന്ന കുടുംബം, അതിലൊരു വാറുണ്ട്, യുദ്ധം, കുടുംബത്തിലുള്ള ഒരു യുദ്ധം, ചെറുകിട യുദ്ധമാണ്. ജഗദീഷ് ചേട്ടനും ഇന്ദ്രൻ ചേട്ടനും ഒക്കെ തമ്മിൽ, അദ്ദേഹവും ഒക്കെ ഉണ്ട്, 4 ബ്രദേഴ്സാണ്. ഇതൊരു സാധാരണ എല്ലാവർക്കും ഭയങ്കര ഒരു ഫീൽ ഗുഡ് കുടുംബചിത്രം എന്നുള്ളതിനപ്പുറം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർ കയറില്ല എന്ന് എനിക്ക് തോന്നുന്നു തിയേറ്ററിലേക്ക്. പക്ഷെ അതിനകത്ത് അടിമുടി ഫണ്ണുണ്ട്, വളരെ സട്ടിലായിട്ട് ഹ്യൂമറുണ്ട്, പിന്നെ റിയലിസ്റ്റിക് ആണ്. ഒരു എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കുടുംബത്തിൽ നടക്കുന്ന നേരം പോക്കുകളും അപ്രതീക്ഷിതമായി വരുന്ന ചില ഫൺ കലർന്ന ആകസ്മികമായ ഇൻസിഡൻറ്റുകളും ഒക്കെ ചേർന്നു അവസാനം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ക്ലൈമാക്സും, അതും ഫൺ തന്നെ. എല്ലാം കൊണ്ടും പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5 പാട്ടുകളുണ്ട്. സന്തോഷ് വർമ്മയാണ് 5 പാട്ടുകൾ എഴുതിയിട്ടുള്ളത്. സിനിമയ്ക്ക് വേണ്ടി തന്നെ ചെയ്ത പാട്ടുകളാണ് എന്നതിനപ്പുറം പക്ഷേ നമുക്കൊരു പ്രതീക്ഷയുള്ളത് സിനിമയോടൊപ്പം വളരുകയും അത് ഒരുപക്ഷെ കാലത്തിൻ്റെ എല്ലാ സമയത്തും ആളുകൾക്ക് കേൾക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്ന ഒരു പാട്ടുകൾ കൂടിയായിരിക്കും അത്. ലവ് സോങ് ഉണ്ട്, അതുപോലെ സറ്റയർ, ഒരു കോമഡി ബേസ്ഡ്, പക്ഷെ അതൊരു വേറൊരു തരത്തിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരു നമ്മുടെ സൂരജ് സന്തോഷ് പാടിയിട്ടുണ്ട്, സംഗീത ശ്രീകാന്ത്, ഭദ്ര, അതുപോലെ കരിന്തലക്കൂട്ടത്തിലെ രമ്യത് രാമൻ പാടിയിരിക്കുന്നു. പിന്നെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ജസ്റ്റിൻ, യുവ തലമുറ മ്യൂസിക് കമ്പോസർ ജസ്റ്റിൻ്റെ മകൾ കുഞ്ഞുകുട്ടി തൻവി, നമ്മൾ പാടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പാട്ടുകൾ കൊണ്ടും സമ്പന്നമാണ്. പാട്ടുകൾ തിരികെ കയറ്റാൻ വേണ്ടി ഉള്ള സാഹചര്യങ്ങളൊന്നുമല്ല, പക്ഷെ വളരെ ആപ്റ്റായിട്ടുള്ള സാഹചര്യങ്ങൾ ഡയറക്ടേഴ്സായിട്ടുള്ള ഉത്സവവും ഫഹദ് നന്ദുവും ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ആക്ടിങ്ങും എല്ലാം കൊണ്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് തന്നെ ഞങ്ങൾ ചർച്ച ചെയ്യായിരുന്നു. ഒരുപാട് വൺ ലൈനേഴ്സും സട്ടിൽ ആയിട്ടുള്ള കോമഡികളും ഒക്കെ ഉണ്ട്. എല്ലാവരും പാട്ട് കേട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യും. എന്ന് പറയുന്നത് ബിജിപാലിൻ്റെയും സന്തോഷ് വർമ്മയുടെയും ചടങ്ങാണ് ഈ ചടങ്ങ്. അത് കഴിഞ്ഞ് നമുക്ക് പ്രസ് മീറ്റ് ഉണ്ട്. അപ്പോൾ ബിജിപാൽ പറഞ്ഞതുപോലെ അതിനുമുമ്പ് ബിജിപാലിനെ കുറിച്ചും സന്തോഷ് വർമ്മയെക്കുറിച്ചും പറയുമ്പോൾ ഇവർ ക്ലാസ് ആണോ മാസാണോ എന്ന ചോദ്യത്തിന് ഇവർ ക്വാളിറ്റിയുടെ ആൾക്കാരാണെന്ന് ഞാൻ മറുപടി പറയും. മാസ് സിനിമാസിൽ ഇവർ വർക്ക് ചെയ്തിട്ടുണ്ട്, ക്ലാസ് സിനിമാസിലും ഇവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് തരാം, ശുദ്ധ സംഗീതം, പ്രേക്ഷകനെ ആകർഷിക്കുന്ന സംഗീതം ഇതിനകത്തുണ്ടാകും. കാരണം ഒരു മെലഡി എന്ന് പറയുന്നത് ഒരു ലോങ് ലൈഫുള്ള മെലഡിയാണ് ക്ലാസിക്കായിട്ട് അറിയപ്പെടുന്നത്. ഇതിലെ ചില ഗാനങ്ങൾ വർഷങ്ങൾക്ക് ശേഷവും നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ചുണ്ടിൽ തത്തിക്കളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനനുസരിച്ചുള്ള അർത്ഥസമ്പുഷ്ടമായ ക്യാച്ചി ആയിട്ടുള്ള ലൈൻസ് ഉണ്ട്. അതിന് ഡെപ്തുള്ള മ്യൂസിക്കാണ് ബിജിപാൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രെൻഡി മ്യൂസിക് എന്നൊക്കെ പറഞ്ഞിട്ട്, ട്രെൻഡി മ്യൂസിക് വേണം തീർച്ചയായിട്ടും. അടിപൊളി പാട്ടെന്നൊക്കെ പറഞ്ഞ് അടിപൊളി എന്നുള്ളൊരു വാക്ക് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ വന്ന് അടിപൊളി തന്നെ പഴഞ്ചനായിരിക്കുകയാണ്. അപ്പോൾ അത് ട്രെൻഡി ആവുമ്പോൾ, ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു പീരീഡിലേക്ക് മാത്രമാവുമ്പോൾ അതിൻ്റെ ക്ലാസിക് സ്വഭാവം നഷ്ടപ്പെടും. ഇത് നമ്മൾ അവകാശപ്പെട്ടതുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ കേട്ടിട്ട് എൻ്റെ അഭിപ്രായം പറയും. ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്, മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു നല്ല മ്യൂസിക് ഒരുക്കാൻ സന്തോഷ് വർമ്മയ്ക്കും ബിജിപാലിനും കഴിഞ്ഞിട്ടുണ്ട്. ഇത് സത്യസന്ധമായി മനസ്സിൽ തട്ടി ഞാൻ പറയുകയാണ്. എനിക്കിഷ്ടപ്പെട്ടു പാട്ടുകളെല്ലാം തന്നെ. അവരതിനുവേണ്ടി പെയിൻസ് എടുത്തിട്ടുണ്ട്. അവർ കഥ മനസ്സിലാക്കി, കഥയുടെ സാങ്കത്യം മനസ്സിലാക്കിയിട്ടാണ് ഇത് പാട്ട് എഴുതിയിരിക്കുന്നത്. ഈ വരികൾ ഒരു സിനിമാ പാട്ടിന് വേണ്ടിയുള്ള ഒരു ഗാനം എന്നതിനപ്പുറം ഈ കഥയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സംഗീതമാണ് ഒരുക്കിയിരിക്കുന്നത്. നമസ്കാരം. വിജയ് സിനിമയെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. പാട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ ജഗദീഷ് ചേട്ടനും മനസ്സിൽ തട്ടിയുള്ള അഭിപ്രായം തുറന്നു പറഞ്ഞതുകൊണ്ട് വളരെയധികം സന്തോഷം. എന്തായാലും ഈ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് 5 പാട്ടുകൾ ഞാനും വിജയും കൂടി ചെയ്യാൻ കഴിഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന 5 പാട്ടുകൾ ചെയ്യുന്ന ആദ്യത്തെ പടമാണെന്ന് തോന്നുന്നു. ഇത്രയും പാട്ടുകൾ ചെയ്യാൻ കഴിഞ്ഞത് തന്നെ വളരെ സന്തോഷം. അതുമാത്രമല്ല, ഓരോ പാട്ടുകളും കഥ ശരിക്കും മനസ്സിലാക്കി അതിനെ ഇണങ്ങുന്ന രീതിയിൽ ആലോചിച്ചും ചർച്ച ചെയ്തും അത് ചെയ്യാനായിട്ട് ഞങ്ങളെ സംവിധായകർ 2 പേരും വളരെയധികം തുണച്ചിട്ടുണ്ട്. അവരുടെ ആ ഒരു നറേഷൻ അത്രയധികം നല്ലതായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കതിൽ കൂടുതൽ ഇഴുകിച്ചേർന്ന് നല്ല വരികളും നല്ല പാട്ടും ഒക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇത് തന്നെയാണ് ആണെങ്കിലും ഇപ്പോൾ ഒരു വർക്ക് ചെയ്തതിൻ്റെ ഒരു സംതൃപ്തി ഈ സിനിമയിൽ
എനിക്ക് പൂർണ്ണമായിട്ടും കിട്ടിയിട്ടുണ്ട്. നല്ല പാട്ടുകൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഈ പാട്ടുകളെയും ഈ സിനിമയെയും ഹൃദയം പറഞ്ഞ് സ്വീകരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഹായ് ഓൾ. പരിവാർ അങ്ങനെ മാർച്ച് 7-ാം തീയതി യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് തിയേറ്ററിലേക്ക് എത്തുകയാണ്. നമ്മളുടെ ഒരു വലിയ ജേണിയായിരുന്നു. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേരോട് താങ്ക്സ് ഒക്കെ പറയാനുണ്ട്. ഈ പടം നിങ്ങളെല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ഫൺ മൂവി തന്നെയായിരിക്കും, അത് ഉറപ്പാണ്. ബാക്കി അത് പറയും. ഹലോ, നമസ്കാരം. ഞങ്ങളുടെ ആദ്യത്തെ സിനിമ ഡിജിറ്റൽ വില്ലേജ് എന്ന് പറയുന്നൊരു കുഞ്ഞു പടമാണ്. വളരെ ചെറിയ ബജറ്റിൽ പുതിയ മൂവികളെ വെച്ചിട്ട് ഞങ്ങൾ ചെയ്തൊരു സിനിമ. അപ്പം അതിനുശേഷം രണ്ടാമതൊരു സിനിമ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് എന്തായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പം അതിൽ നിന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ജഗദീഷ് ചേട്ടനെയും ഒക്കെ കണ്ടുമറന്ന കുറേ സിനിമകളുണ്ട്, അവരിനിയും കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള. നിലവിൽ ഞങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന അവസരങ്ങളും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ പരിവാർ എന്ന് പറയുന്ന സിനിമ സാധ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഒരുപാട് പറഞ്ഞ പോലെ തന്നെ വാറുകളുണ്ടായിരുന്നു, യുദ്ധങ്ങളുണ്ടായിരുന്നു. അതെല്ലാം താണ്ടി ഞങ്ങൾ അത് സാധ്യമാക്കി മാർച്ച് 7-ാം തീയതി ഈ സിനിമ തിയേറ്ററിലേക്ക് വരികയാണ്. ഞങ്ങൾക്ക് അധികം ഒന്നും സംസാരിക്കാൻ അറിയില്ല. ഈ സിനിമ നിങ്ങൾ കാണുക, കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക, അത് മാത്രമാണ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഈ സിനിമയിൽ ഞങ്ങൾ ഡിജിറ്റൽ വലിയ സമയത്തും ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞു നമുക്ക് ഇത്രയും പ്രൊമോഷനുള്ള ഒരു സാഹചര്യം പോലും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴും ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ആ സിനിമ വർക്കാവുകയാണെങ്കിൽ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാം എന്ന് മാത്രമാണ്. സോ എൻ്റെ ഉത്സവൻ്റെ ജീവിത സമയത്തോളം ഈ രണ്ടാമത്തെ സിനിമ ഏതൊരു സിനിമാക്കാരനും സെക്കൻഡ് മൂവി എന്ന് പറയുമ്പോൾ വലിയ പ്രതീക്ഷയുള്ളൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഇതിനെ സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. അല്ലാത്ത പക്ഷം ഈ സിനിമ മോശമാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതിനെ റിവ്യൂ ചെയ്ത് എനിക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. സോ നിങ്ങളുടെ കാഴ്ചയ്ക്കനുസരിച്ചായിരിക്കും ഈ സിനിമ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു. മാർച്ച് 7-ാം തീയതി കാണാം. ചില ഭാഗ്യങ്ങൾ വരുന്നത് ഓർക്കാപ്പുറത്താണ്. ഞാൻ ഈ സിനിമയിലെത്തിയത് ഓർക്കാപ്പുറത്താണ്. എന്നെ ഈ സിനിമയിലേക്ക് ഫഹദിനെയും ഉത്സവിനെയും എന്നെ പരിചയപ്പെടുത്തിയതും ഈ കഥാപാത്രത്തിലേക്ക് എന്നെ എത്തിച്ചതും ജഗദീഷ് സാറാണ്. അതിനൊരു കാരണമുണ്ട്. ഞാൻ നാടകക്കാരനാണ്, അദ്ദേഹവും നാടകക്കാരൻ. ഞങ്ങളുടെ ഒരു നാടക സ്നേഹത്തിൻ്റെ ഭാഗമായി ഇതിൽ വന്നു. എനിക്ക് ഫാലിമിക്ക് ശേഷം ഞാൻ ചില സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാം നല്ല വേഷങ്ങളൊക്കെ തന്നെയാണെങ്കിലും ഒരു ത്രൂ ഔട്ട് വേഷം ഈ സിനിമയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടാൻ ഇടവരുത്തിയ ജഗദീഷ് സാറിന് അവസരം തന്ന സംവിധായകരായി ഈ രണ്ട് കുട്ടികൾ എൻ്റെ മക്കളെക്കാൾ പ്രായം കുറഞ്ഞ കുട്ടികളാണ്. പക്ഷെ ഭയങ്കര സൂക്ഷ്മതയിലാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. പ്രാവിനെ പിടിക്കുന്ന പോലെയാണ് അവർ അവരുടെ കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഭാഗ്യ നിമിഷത്തിൽ എനിക്ക് ഞാൻ ശുഭാപ്തി വിശ്വാസമാണ്. കാലിക പ്രാധാന്യമുള്ള, കാലിക പ്രാധാന്യം മാത്രമല്ല ലോകാവസാനം വരെ പ്രാധാന്യമുള്ള ഒരു വിഷയം വളരെ സരസമായി ഈ സിനിമയിൽ അവർ പറയുന്നുണ്ട്. അത് നിങ്ങൾ കാണുക, വിലയിരുത്തുക. അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് ഈ സ്വീകാര്യമാണെങ്കിൽ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ സ്വീകാര്യമാകും എന്ന ശുഭാപ്തി വിശ്വാസക്കാരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ശുഭാപ്തിയോടുകൂടി 7-ാം തീയതി മാർച്ച് 7-ന് എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണുക, പുതിയ കുട്ടികളെ അനുഗ്രഹിക്കുക. ഇതിൽ ഒരുപാട് പുതുമുഖങ്ങളൊക്കെ അഭിനയിക്കുന്നുണ്ട്. എല്ലാവരും അവർക്ക് കിട്ടിയ വേഷവും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സദയം കാണുക. സദനെ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. സന്തോഷം, സ്നേഹം. നമ്മളിത് വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ സിനിമ അല്ല, കുറച്ച് വലിയ സ്കെയിലിലെ സിനിമ തന്നെയാണ്. കുറച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇത് കാണുമ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും നമ്മൾ ഒരു 4-8 പോലത്തെ വീട്ടിലായിരുന്നു ഇത് ഷൂട്ട് ചെയ്തത്. കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭംഗി ഈ പടത്തിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു എൻ്റെ ഡയറക്ടേഴ്സ്, സുധീർ സാർ, എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി. നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇവരൊപ്പം വർക്ക് ചെയ്യാനായിട്ട്. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ താങ്ക് യു ജഗദീഷ് ചേട്ടാ. ഹായ്, ഒരുപാട് സന്തോഷമുണ്ട്. ഈ കണ്ട പാട്ട് ഞങ്ങളുടെയാണ്. ഒരുപാട് ഹാപ്പിയാണ്. കാരണം
ജിവാൽ സാറിൻ്റെ ഒക്കെ ഒരു പാട്ടിൽ അപ്പിയർ ചെയ്യാൻ പറ്റിയത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഡിജിറ്റൽ വില്ലേജ് ആണ് എൻ്റെ ആദ്യത്തെ സിനിമ. ഇതിൻ്റെ തന്നെ സംവിധായകരായിട്ടുള്ള ഉത്സവരാജ് ഫാനന്ദു അവരുടെയൊക്കെ ആദ്യത്തെ സിനിമയാണ് ഡിജിറ്റൽ വില്ലേജ്. അതിൽ ഓഡിഷനിലൂടെ വന്ന ആളാണ് ഞാൻ. അപ്പോൾ രണ്ടാമത്തെ സിനിമയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ വന്നപ്പോൾ അവർ വിളിച്ചതാണ്. അങ്ങനെയാണ് ഞാൻ സിനിമയുടെ ഭാഗമായത്. എന്തുകൊണ്ടും നല്ലൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ള സിനിമയാണ് പരിവാർ. നിങ്ങൾ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരു 90s വൈബ് പടങ്ങളുടെയൊക്കെ ഒരു വൈബ് അടിച്ച് കാണും. അപ്പോൾ എന്തായാലും നിങ്ങൾ 90s വൈബ് പടങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഒരു നൊസ്റ്റാൾജി തന്നെയായിരിക്കും ഈ സിനിമ. അതേപോലെ പുതിയ ആൾക്കാർക്ക് ഒരു പുതിയ ട്രീറ്റും കൂടി ആയിരിക്കും. ആദ്യ അവസാനം നല്ല രസകരമായിട്ടാണ് സിനിമ പോകുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി. ഇതെൻ്റെ ആദ്യത്തെ സിനിമയാണ് പരിവാർ. പിന്നെ ഡയറക്ടേഴ്സിനോടും സ്പെഷ്യൽ താങ്ക്സ്. കൂടെ അഭിനയിച്ച എല്ലാവരോടും താങ്ക്സ്. ജഗദീഷ് സർ എല്ലാവരോടും. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. സോ എന്ത് പറയണമെന്ന് അറിയില്ല. എല്ലാവരും മാർച്ച് 7 പരിവാർ എന്തായാലും പോയി കാണണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. പരിവാർ എന്ന സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. അത്രേ എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.